വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശു ദർശനങ്ങൾ. ഒരിക്കൽ കർത്താവ് എന്നോട് പറഞ്ഞു, എൻ്റെ മകളെ, നിന്റെ വിശ്വാസവും സ്നേഹവും എൻ്റെ നീതിയെ തടസ്സപ്പെടുത്തുന്നു. നീ എന്നെ തടയുന്നതുമൂലം എനിക്ക് ശിക്ഷ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. ഓ, വിശ്വാസമുള്ള ഒരാത്മാവിൻ്റെ ശക്തി എത്ര വലുതാണ്! എൻ്റെ നിത്യവ്രത വാഗ്ദാനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ, ആരാണ് എന്നോട് ഒന്നാകാൻ ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോൾ, അവിടുത്തെ പറ്റിയുള്ള ചിന്തയാൽ ഞാൻ മണിക്കൂറുകൾ ധ്യാനനിരതയായിരുന്നു പോകും. ഇതെങ്ങനെ സാധ്യമാണ്? അങ്ങ് ദൈവവും ഞാൻ അങ്ങയുടെ സൃഷ്ടി മാത്രവുമാണല്ലോ. അങ്ങ് അമർത്യനായ രാജാവ്, ഞാനോ ദുരിതപ്പെട്ട ഒരു യാചകി. എന്നാൽ ഇപ്പോൾ എനിക്കെല്ലാം വ്യക്തമാണ്. ഓ നാഥ, അങ്ങയുടെ കൃപയിലൂടെയും സ്നേഹത്തിലൂടെയുമാണ് ഈശോയും ഞാനും തമ്മിലുള്ള ഈ വിടവ് നികത്തപ്പെടുക എന്ന് ഞാനിപ്പോൾ അറിയുന്നു. ഓ ഈശോയെ, ഒരാത്മാവ് ആത്മാർത്ഥമായിരിക്കുവാൻ ശ്രമിക്കുമ്പോൾ എല്ലാം കപടഭക്തിയായി ആരോപിക്കപ്പെടുകയും അതിനെ അവിശ്വസിക്കുകയും ചെയ്യുമ്പോൾ അതെത്രമാത്രം വേദനിക്കുന്നു. ഓ ഈശോയെ, അങ്ങയുടെ പിതാവിൻ്റെ പ്രീതിക്കായി അങ്ങും ഇതുപോലെ സഹിച്ചല്ലോ. ഒരാളും എൻ്റെ ഹൃദയാവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ ഒളിഞ്ഞിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഈശോയെ, അങ്ങ് മാത്രം എന്നെ മനസ്സിലാക്കുന്നു. അതിനെ പൂർണ്ണമായും മുഴുവനായും സ്വന്തമാക്കുന്നു. ആരും നമ്മുടെ രഹസ്യം അറിയുന്നില്ല. ഒറ്റ നോട്ടത്താൽ നാം പരസ്പരം മനസ്സിലാക്കുന്നു. നമ്മൾ തമ്മിൽ പരിചയപ്പെട്ട നിമിഷം മുതൽ ഞാൻ സന്തോഷവതിയാണ്. അങ്ങയുടെ മഹത്വമാണ് എൻ്റെ നിറവ്. ഓ ഈശോയെ, ഞാൻ ഏറ്റവും പിന്നിലായിരിക്കുമ്പോൾ, ഏറ്റവും ഇളയ അർത്ഥനിക്കും പിന്നിലായിരിക്കുമ്പോൾ എൻ്റെ യഥാർത്ഥ സ്ഥാനത്തായിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. കർത്താവ് വിരസമായ ഈ ചെറിയ ഇടുക്കുകളിൽ എത്രമാത്രം ആനന്ദം കരുതി വച്ചിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ജയിലറയിൽ പോലും അങ്ങയോടുള്ള സ്നേഹത്തിൻ്റെ നിറവ് ഒരു നിഷ്കളങ്ക ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. ഓ നാഥ, ബാഹ്യമായ കാര്യമൊന്നും പരിശുദ്ധമായ സ്നേഹത്തിന് ബാധകമല്ല. അതിനെയെല്ലാം അത് അതിജീവിക്കുന്നു. ജയിലറയുടെ വാതിലുകളോ സ്വർഗത്തിൻ്റെ കവാടങ്ങളോ അതിനെ തടസ്സപ്പെടുത്താൻ മാത്രം ശക്തമല്ല. അത് ദൈവത്തിൽ ചെന്നുചേരുന്നു. ഒന്നിനും അതിനെ അടക്കി നിർത്താൻ സാധ്യമല്ല. അതിന് ഒരു പ്രതിബന്ധവും തടസ്സമല്ല. ഒരു റാണിയെപ്പോലെ അത് സ്വതന്ത്രയാണ്. എല്ലാ സ്ഥലങ്ങളിലേക്കും അതിന് സ്വതന്ത്രമായ പ്രവേശനമുണ്ട്. മരണം പോലും അതിൻ്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുന്നു.